ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 17. ഒരു നിമിഷം തടഞ്ഞു നിന്ന അഞ്ജു സ്വബോധം വീണ്ടെടുത്ത് അവനെ ആഞ്ഞു പുറകിലേക്ക് തള്ളി മാറ്റി. എന്നാൽ ഒരടി പോലും അവൻ പുറകിലേക്ക് നീങ്ങിയില്ല. എന്ന് മാത്രമല്ല, അവളുടെ കൈകളിലെ അവന്റെ പിടി ഒന്നുകൂടി മുറുകി. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ പിടുത്തം വിട്ടു. കൈ മോചിപ്പിച്ചതും അവനൊന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ മുന്നോട്ടു നടക്കാനാഞ്ഞതും അവൻ അവൾക്ക് തടസ്സം നിന്നു. അഞ്ജുവിന് അത് കണ്ടതും ദേഷ്യം വന്നു. അതേ ദേഷ്യത്തോടെ മുഖം ഉയർത്തി കിച്ചുവിനെ നോക്കി. അവളുടെ ദേഷ്യം കണ്ടതും അവന്റെ മുഖത്ത് കുസൃതി നിറഞ്ഞു. മുന്നിൽ നിന്ന് മാറൂ, എനിക്ക് പോണം. എന്നെ കണ്ടിട്ടാണോ നീ ഒളിച്ചു നിന്നത്? അവളുടെ വാക്കുകളെ അപ്പാടെ അവഗണിച്ച് അവൻ ചോദിച്ചതും എന്ത് മറുപടി പറയും എന്നറിയാതെ അവൾ കുഴങ്ങി. സത്യം അത് തന്നെയാണെങ്കിലും അവനോടത് തുറന്നു സമ്മതിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. തന്നെ പേടിച്ച് ഒളിച്ചു നിൽക്കാൻ താൻ ആരാ? കണ്ണുകൾ തുടച്ച് ദേഷ്യത്തോടെ തന്നോട് ചോദിക്കുന്നവളെ കണ്ടതും അവന് ചിരി വന്നു. ആ, ഞാൻ വിചാരിച്ചു ഇന്നലെ എന്റെ കയ്യിൽ നിന്നും ഒന്ന് കിട്ടിയപ്പോ നീ പേടിച്ചു പോയെന്ന്. കളിയാക്കലോടെയുള്ള അവന്റെ സംസാരം അവളെ ചൊടിപ്പിച്ചുവെങ്കിലും കൂടുതൽ സംസാരം വഴക്കിലേക്ക് പോകും എന്നറിയാവുന്നതിനാൽ അവൾ അവന് മറുപടി നൽകാതെ മാറിപ്പോകാൻ നോക്കി. എന്നാൽ അവളുടെ നീക്കം മനസ്സിലാക്കി അവൾ നിൽക്കുന്നതിന് പിന്നിലെ ചുവരിൽ അവൾക്ക് ഇരുവശവും തന്റെ കൈകൾ വെച്ച് അവൻ അവളെ തടഞ്ഞു. കൈ മാറ്റ്, എനിക്ക് പോണം. പറയുന്നതിനോടൊപ്പം അവൾ അവന്റെ കൈ ചുവരിൽ നിന്ന് എടുത്തു മാറ്റുവാനും ശ്രമിച്ചു. വെറുതെ നിന്റെ എനർജി കളയണ്ട. കൈ വെച്ചത് ഞാനാണെങ്കിൽ അത് എടുത്തു മാറ്റാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. പിന്നെ നിന്നെ തടഞ്ഞു വെച്ചത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. അവന്റെ വാക്കുകൾ അവളിൽ ദേഷ്യമാണ് ഉണ്ടാക്കിയത്. തലേ ദിവസം പറഞ്ഞത് പോരാനിട്ട് വീണ്ടും വാക്കുകൾ കൊണ്ട് അപമാനിക്കാനാവും അവന്റെ ഉദ്ദേശം എന്നവൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ അവന് പറയാനുള്ളത് കേൾക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല. എനിക്കൊന്നും കേൾക്കണ്ട. പറയാനുള്ളതും ചെയ്യാനുള്ളതുമൊക്കെ താൻ ഇന്നലെ ചെയ്തില്ലേ? ഇനി അതും പോരാനിട്ട് വീണ്ടും അപമാനിക്കാനാവും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിലും നിങ്ങളെ പോലുള്ള പണക്കാർക്ക് എന്നെ പോലുള്ള പാവങ്ങളെ അപമാനിക്കുന്നത് ഒരു നേരം പോക്കാവും എന്നെനിക്കറിയാം. തന്നെ പോലുള്ളവർ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന ധൈര്യമാവും. എന്തായാലും അതിന് നിന്ന് തരാൻ എന്നെ കിട്ടില്ല. അത്രയും പറഞ്ഞ് അവന്റെ മറുപടിക്ക് കാക്കാതെ അവൾ അവന്റെ കൈ എടുത്തു മാറ്റാൻ വീണ്ടും ശ്രമിച്ചു. അതിന് സാധിക്കാതെ വന്നപ്പോൾ ഉയർന്ന ദേഷ്യത്തോടെ കിച്ചുവിനെ നോക്കി. അത്രയും നേരം അവളുടെ സംസാരം കുസൃതിയോടെ കേട്ടു നിന്നിരുന്നവൻ അവസാനത്തെ അവളുടെ വാക്കുകളിൽ അത് ദേഷ്യത്തിലേക്ക് വഴിമാറി. എന്നാൽ അവന്റെ മുഖത്തെ ദേഷ്യം അവളെ കൂടുതൽ ചൊടിപ്പിച്ചു. കൈയെടുത്ത് മാറ്റുന്നുണ്ടോ? ഇല്ല, മാറ്റുന്നില്ല. നീ എന്തു ചെയ്യും? അവളുടെ സംസാരം അവനിലും ദേഷ്യമുണ്ടാക്കിയിരുന്നതിനാൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവളോട് അവൻ ചോദിച്ചത്. അവന്റെ ചോദ്യത്തിൽ കലി കയറി അഞ്ജു അവന്റെ വലത്തെ കൈത്തണ്ടയിൽ അമർത്തിക്കടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ കിച്ചു തന്റെ ഇടം കൈകൊണ്ട് അവളെ മുടിക്കുത്തിൽ പിടിക്കാൻ ആഞ്ഞപ്പോഴാണ് വലത്തെ കൈതണ്ടയിൽ വേദനയ്ക്കൊപ്പം അവളെ കണ്ണുനീരിന്റെ നനവും അറിഞ്ഞത്. വേദന ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും അവൻ ചുവരിൽ നിന്നും കൈ എടുത്തു മാറ്റി. അതേ നിമിഷം അവനിൽ നിന്നും പല്ലുകൾ അടർത്തി അവനെ തിരിഞ്ഞു പോലും നോക്കാതെ അഞ്ജു പുറത്തേക്കോടി. നീ എത്ര വേണമെങ്കിലും ഓടിക്കോ. ഇന്ന് നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും, നീ കേൾക്കുകയും ചെയ്യും. കിച്ചു സ്വയം പറഞ്ഞ് തന്റെ കൈത്തണ്ടയിലേക്ക് നോക്കി. അവളെ പല്ലമർന്നിടത്ത് നിന്ന് ചോര പൊടിഞ്ഞിരുന്നു. ആ മുറിവിലൂടെ തഴുകുമ്പോൾ അവന്റെ ചുടികളിൽ നിറഞ്ഞു ചിരിയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി തന്റെ ശരീരം വേദനിപ്പിച്ച ഒരാളോട് കിച്ചുവിന് ദേഷ്യം തോന്നിയില്ല. ചേടാ, ഇവനത് എവിടെ പോയി? ഇനി പറഞ്ഞ പോലെ ആ കുട്ടിയെ കണ്ടു കാണുമോ? സ്വയം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് കിരണിന്റെ ശരീരത്തിലേക്ക് എന്തോ വന്നിടിച്ചത്. ഇടിയുടെ ഊക്കിൽ കിരൺ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു. കൂടെ തന്റെ നെഞ്ചിൽ തട്ടി നിൽക്കുന്ന ആളെ വീഴാതിരിക്കാൻ
മുറുകെ പിടിക്കുകയും ചെയ്തു. എന്നാൽ നില കിട്ടാതെ രണ്ടാളും കൂടി നിലത്തേക്ക് വീണുപോയി. പുറമിടിച്ച വേദനയിൽ കിരൺ തന്റെ കണ്ണ് ഇറുക്കി അടച്ചു. എന്നാൽ നല്ല കാച്ചിയ എണ്ണയുടെ മണം തന്നെ പൊതിയുന്ന പോലെ തോന്നിയതും അവൻ കണ്ണ് വലിച്ചു തുറന്നു. എന്നാൽ തന്റെ മുഖം മുഴുവൻ ആരുടെയും മുടി പടർന്നു കിടക്കുകയാണ് എന്ന് മനസ്സിലായതും അവൻ ഒരു കൈകൊണ്ട് അത് മാടി ഒതുക്കി. അപ്പോഴാണ് തന്റെ നെഞ്ചിൽ കണ്ണുകൾ അടച്ച് പേടിച്ച് വിറച്ച് കിടക്കുന്ന പെൺകുട്ടിയെ കിരൺ കാണുന്നത്. ഒരു നിമിഷം അതുപോലെ തന്നെ അവൻ അവളെ നോക്കി കിടന്നുപോയി. കാഴ്ചയിൽ ഒരു 16-17 വയസ്സേ ഉള്ളൂ. വട്ടമുഖം, നല്ല വെളുത്ത നിറം, നല്ല കട്ടിയുള്ള പുരികം, ഇളം റോസ് നിറത്തിൽ കുഞ്ഞി ചുണ്ടുകൾ. ആ ചുണ്ടുകൾ ഇപ്പോൾ ഭയം നിന്ന പോലെ വിറയ്ക്കുന്നുണ്ട്. അതിനു മുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന പറ്റുന്ന കാക്കപ്പുള്ളി, നിറയെ പീലികളുള്ള കണ്ണ്. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയ അതേ സമയം അവൾ കണ്ണു തുറന്ന് മുഖം ഉയർത്തി അവനെ നോക്കി. അവളുടെ നോട്ടം ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് അവൻ അവളെ നോക്കിക്കിടന്നു. അവളുടെ കണ്ണുകളിൽ ആദ്യം ആശ്ചര്യവും പിന്നെ ഭയവും നിറയുന്നത് അവൻ കണ്ടു. അവൾ വേഗം അവന്റെ ദേഹത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റു. വീണ് കിടക്കുന്നവനെയും അവന്റെ വെള്ള ഷർട്ടിൽ പടർന്നു കിടക്കുന്ന ജ്യൂസിന്റെ കറയും അവളിലെ ഭയം ഇരട്ടിപ്പിച്ചു. അഞ്ജുവിന് കൊടുക്കാനായി കിച്ചണിൽ നിന്നും ജ്യൂസ് എടുത്ത് ധൃതിയിൽ പുറത്തേക്ക് നടന്നപ്പോഴാണ് അനു കിരണുമായി കൂടിയിടിച്ചത്. ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് പേര് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. കിരൺ പതുക്കെ നിലത്തു നിന്നും എഴുന്നേറ്റു. അപ്പോഴും അവന്റെ കണ്ണുകൾ അനുവിൽ തന്നെയായിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ അവന്റെ ഷർട്ടും പാൻസും കോട്ടുമെല്ലാം നല്ല വില കൂടിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഭയം കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം. പേടിച്ച് വിറച്ച് വിക്കി തന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് സംസാരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും കിരണിന് അലിവ് തോന്നി. അവളുടെ കണ്ണുന്ന് തനിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നത് അവൻ അറിഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. തനിക്ക് നേരെ കൂപ്പുകൈകളോടെ നിൽക്കുന്നവളെ കയ്യിൽ പിടിച്ചു താഴ്ത്തി. താൻ എന്തിനിങ്ങനെ കരയുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ജ്യൂസിന്റെ കറയല്ലേ? അത് ഈ ഷർട്ട് മാറിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് താൻ എന്തിനാ ഇത്രയ്ക്കധികം ഭയപ്പെടുന്നത്? സൗമ്യതയോടെയുള്ള കിരണിന്റെ സംസാരം അവൾക്ക് വളരെ ആശ്വാസം നൽകി. കണ്ണുകൾ അമർത്തി തുടച്ച് അവനായി ഒരു ചെറു പുഞ്ചിരി അവൾ സമ്മാനിച്ചു. അറിയാതെ പറ്റിപ്പോയതാ, പക്ഷേ വില കൂടിയ ഷർട്ടാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ദേഷ്യപ്പെടുമോ എന്ന് പേടിച്ചു പോയി, അതാ ഞാൻ. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞപ്പോൾ അവനും ചിരിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഞ്ജു നടന്നു വന്നത്. കൂട്ടം കൂടി നിൽക്കുന്ന കുറെ പേരും അവർക്ക് നടുവിലായി നിൽക്കുന്ന അനുവിനെയും ഒരു ചെറുപ്പക്കാരനെയും കണ്ടപ്പോൾ സംശയത്തോടെ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. അടുത്തേക്ക് ചെന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്നവർ തലേന്ന് തന്നെ അപമാനിച്ചവന് കൂടെ ഉണ്ടായിരുന്ന ആളാണെന്ന് മനസ്സിലായത്. അവന്റെ ഷർട്ടിലെ കറയും അനുവിന്റെ നിൽപ്പും കണ്ടപ്പോൾ അത് അവളുടെ കയ്യിൽ നിന്നും പറ്റിയതാണെന്ന് അഞ്ജുവിന് മനസ്സിലായി. എന്താ അനു, എന്താ ഉണ്ടായി? എന്താ എല്ലാരും നിന്നെ നോക്കി നിൽക്കുന്നേ? ഇയാൾ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? കിരണിനെ ചൂണ്ടി അഞ്ജു ചോദിച്ചതും അനു ഞെട്ടലോടെ അവളെ നോക്കി. സംസാരിക്കും മുന്നേ അഞ്ജു പറഞ്ഞു തുടങ്ങി. പറഞ്ഞു കാണും, അറിയാതെ പറ്റിയ തെറ്റിന് പണത്തിന്റെയും സ്റ്റാറ്റസിന്റെയും പേര് പറഞ്ഞ് അപമാനിച്ചു കാണും. മറ്റാളുടെ കൂട്ടുകാരനല്ലേ, അതേ സ്വഭാവം തന്നെയായിരിക്കും ഇയാൾക്കും. അഞ്ജു പറയുന്നത് കേട്ടുകൊണ്ടാണ് കിച്ചു അവിടേക്ക് നടന്നു വന്നത്. കിരണിനെ കണ്ടതും അവന്റെ മുഖത്തും സംശയം നിറഞ്ഞു. എന്താടാ, എന്താ ഉണ്ടായേ? അഞ്ജു പറഞ്ഞത് കേട്ടെങ്കിലും അവൾക്ക് മറുപടി കൊടുക്കാതെ കിച്ചു കിരണിനോട് ചോദിച്ചു. കിരൺ ഉണ്ടായ കാര്യം കിച്ചുവിനോട് പറഞ്ഞു. അത് കേട്ടതും അഞ്ജുവിന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ആ, അപ്പൊ ഇനി തുടങ്ങിക്കോളൂ. ഇപ്പോഴാവുമ്പോൾ ചുറ്റിലെ ആൾക്കാരുണ്ട്. പക്ഷേ പറയാനുള്ളതൊക്കെ എന്നോടാവാം, ഇവളോട് വേണ്ട.
നിങ്ങളുടെ നാവിൽ നിന്നും വീഴുന്ന വാക്കുകൾ സഹിക്കാൻ ഇവളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. മുഖത്തടിച്ചോ കാല് പിടിപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും ശിക്ഷ ഞാൻ സ്വീകരിച്ചോളാം. കിരണിന്റെ മുഖത്ത് നോക്കി അഞ്ജു പറയുമ്പോൾ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം അനുവിനും ഉണ്ടായി. അവൾ അഞ്ജുവിന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ദയനീയതയോടെ കിരണിനെ നോക്കി. അവളുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ കണ്ടതും കിരണിന് വല്ലാത്ത വേദന തോന്നി. അഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ അവൾക്ക് മറുപടി കൊടുക്കാൻ മുന്നോട്ടാഞ്ഞ കിച്ചുവിനെ പിടിച്ചു വെച്ച് കിരൺ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ കുട്ടി കാല് തെറ്റി എന്റെ ദേഹത്തേക്ക് വീണു. അറിയാതെ കയ്യിലിരുന്ന ജ്യൂസ് ഷർട്ടിലായി. അതൊന്ന് കഴുകി കളഞ്ഞാൽ പൊയ്ക്കോളും. അല്ലാതെ ഇതിന്റെ പേരിൽ ഞാനൊരു ശിക്ഷയും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. മനുഷ്യരല്ലേ? ഇന്ന് ഈ കുട്ടിക്ക് പറ്റിയ തെറ്റ് നാളെ എനിക്ക് സംഭവിച്ചുകൂടായിക ഇല്ലല്ലോ. അതിനെ ഊതിപ്പെരുപ്പിച്ച് ഒരു പ്രശ്നമാക്കാൻ ഞാനില്ല. കിരണിന്റെ മറുപടി കേട്ടതും അനു ആശ്വാസത്തോടെ കണ്ണടച്ച് നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞെടുത്തു. അത് കണ്ടതും കിരണിന് ചിരി വന്നു. അപ്പോ സാറിന് ബുദ്ധിയും വിവരമുണ്ട്. ഒരു കാര്യം ചെയ്യൂ. ഇപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സമയം പോലെ ദാ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോടും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇനിയെങ്കിലും ആർക്കെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോഴേക്കും അവരെ അപമാനിക്കാതിരിക്കട്ടെ. കിച്ചുവിന്റെ കണ്ണിലേക്ക് നോക്കി കിരണിനോട് അത്രയും പറഞ്ഞ് തിരിഞ്ഞ് അനുവിന്റെ കൈയും പിടിച്ച് അഞ്ജു പോയി. എരിവ് കൂടുതലാണല്ലോ മോനെ. അവളോട് സോറി പറയാനും അവളെ കൊണ്ട് ക്ഷമിപ്പിക്കാനും നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കിച്ചുവിന്റെ തോളിൽ തട്ടി കിരൺ പറഞ്ഞതും അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു കിച്ചു. നിനക്കറിയില്ലടാ, എനിക്ക് എരിവ് കൂടുതലുള്ളതാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് നീ കണ്ടോ, ഇന്ന് അവൾ പോകുന്നതിന് മുന്നേ ഞാൻ സോറിയും പറയും. അവൾ അത് സ്വീകരിക്കുകയും ചെയ്യും. കിച്ചു, ഇനിയും അവളെ ദ്രോഹിക്കരുത്. ഇപ്പൊ എന്നോട് പറഞ്ഞത് മുഴുവൻ അവൾ ഉള്ളിലെ സങ്കടമാണ്. നിന്നെ അവൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ നിന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. സോ അവളെ കൊണ്ട് നിർബന്ധിച്ച് ക്ഷമ തരിക്കാനൊന്നും നീ ശ്രമിക്കണ്ട. നീ ജസ്റ്റ് സോറി പറഞ്ഞാൽ മതി. അത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാതെ ഇരിക്കുന്നതും അവളുടെ ഇഷ്ടം. കേട്ടല്ലോ? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നീ. ഏയ് ഇല്ലടാ, അവളെ ഇനി വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ബിക്കോസ് അവൻ പറഞ്ഞ് പകുതിക്ക് നിർത്തിയതും കിരൺ തിരിഞ്ഞ് അവനെ സംശയത്തോടെ നോക്കി. എന്താടാ ഒരു ബിക്കോസ്? ബാക്കി കൂടി പോരട്ടെ? കിരണിന്റെ ചോദ്യം കേട്ടപ്പോൾ അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഏയ് ഒന്നുമില്ലടാ, നീ വാ. അവിടെ എല്ലാവരും നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും. അത്രയും പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് മുന്നിലേക്ക് കിച്ചു നടന്നു.